ഇതാണ് നിങ്ങള് നട്ടലുള്ള പെൺകുട്ടി ഒരുക്കു വനിതയാണിത്. എന്റെ മോനെ, പൊതുവെ പെൺകുട്ടികൾ തേച്ചു എന്നുള്ള കഥകളാണ് കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കാമുകന്റെ വിവാഹത്തിന്റെ അന്ന് കാമുകി ആ വണ്ടി തടയാൻ ശ്രമിക്കുന്നത്. മോളെ, ബിഗ് സല്യൂട്ട്. നീ ഇത്രയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ വാർത്ത സത്യം ആവരുതേ എന്നാണ് മനസ്സുകൊണ്ട് കരുതുന്നത്. കാരണം ഇത്രയും വലിയൊരു നാറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിനെ എന്തിനാണ് പറ്റിക്കണത്? സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു കാമുകന്റെ വിവാഹത്തിന്റെ അന്ന് പുതിയാപ്പിള പോണ കാറിന്റെ മുമ്പിൽ വട്ടമിടുകയാണ് കാമുകി. പെൺകുട്ടികളുടെ തേപ്പിന്റെ കഥ മാത്രമേ ജനങ്ങൾ അറിയണുള്ളൂ. ആൺകുട്ടികളുടെ ഇത്തരത്തിൽ മഹത്തായിട്ടുള്ള തേപ്പ് അല്ലെ, ആ പെൺകുട്ടി ഹൃദയം കൊണ്ട് അവനെ അത്രമേൽ പ്രണയിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് തേടി വന്നത്. ആരെയും കൂസാതെ ആരെയും നോക്കാതെ ആ തിരക്ക് പിടിച്ച വാഹനങ്ങൾക്കിടയിൽ അവള് ഇത് എവിടെ സ്ഥലം എന്നറിയില്ല, ഏത് അങ്ങാടിയൊന്നും അറിയില്ല, അവളൊന്ന് മാറ്റി നിർത്താൻ പോലും ആരും വന്നില്ല. പുതിയാപ്പളുടെ വാഹനം മുന്നോട്ട് വരുമ്പോ അവള് പിന്നോട്ട് പോവാണ്. കാറിന്റെ മുമ്പിൽ നിസ്സഹായിട്ട് ഇങ്ങനെ നിൽക്കണം അവള്. എന്തൊക്കെ വാഗ്ദാനങ്ങൾ, കപട വാഗ്ദാനങ്ങളാവും തന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് താജ്മഹലിനെ വെല്ലുന്ന ഒരു കൊട്ടാരം പണിത് തരാം, എന്റെ ഹൃദയത്തിൽ ഞാനൊരു എന്താ പറയാ ഒരു കൂട് കൂട്ടിത്തരാം, രാജകുമാരിയെപ്പോൾ ഞാൻ എന്നെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി കുടിക്കണ വെള്ളത്തിനൊരു തൊഴിലുണ്ടാവില്ല. പക്ഷെ എങ്കിലും എന്തിനാടാ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ചിട്ട് ഇനി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്? എനിക്ക് ഇനി മനസ്സമാധാനം ഉണ്ടാവും. ഛേ, വളരെ മോശമായി പോയി. ഇത് വീഡിയോ കാണുമ്പോൾ സങ്കടം വരികയാണ്. മക്കളെ ശ്രദ്ധിച്ചോളി, മനസ്സമാധാനം കളയും. എടാ മോനെ, നീ എങ്ങനെയാണ് എനിക്കൊരു സ്വസ്ഥമായിട്ടൊരു ദാമ്പത്യം ഉണ്ടാവുക? ഈ വാർത്ത ശരിയാണെങ്കിൽ മോളെ, നിന്നെ തേടിയിട്ട് നിന്റെ ഹൃദയം അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ നിനക്ക് മഹർ വെട്ടം തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കാഴ്ച കാണാൻ വയ്യ, കൽബ് കലങ്ങിപ്പോയി.